ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് സോഫ്റ്റ് സിൽക്ക് സാരിയുടെ കളക്ഷനാണ്. അപ്പോൾ 9 കളർ ഷെയ്ഡ് അവൈലബിൾ ആണ്. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോർഡറിലാണ് വരുന്നത്. എല്ലാ കളർ ഷെയ്ഡും ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള കളർ ഷെയ്ഡാണ്. നമ്മൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇത് പീക്കോക്ക് ബ്ലൂ വിത്ത് പിങ്ക്, ഡാർക്ക് പിങ്കിലാണ് ബോർഡർ. പിങ്കിൽ വന്നിട്ട് നല്ല തിക്കായിട്ടുള്ള ബോർഡറിൽ വന്ന് 2 സൈഡും ഇതേപോലെ 6 ഇഞ്ച് ബോർഡറിൽ വന്നിട്ടുള്ള ബോഡിയിൽ ബുട്ടാസ് വരുന്നുണ്ട്. പല്ലു ഇങ്ങനെ തിക്കിൽ വന്നിട്ട് ബ്ലൗസ് പീസ് ഇതാ കോൺട്രാസ്റ്റ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. 9 കളർ ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ. നെക്സ്റ്റ് കളർ ഷെയ്ഡ് ക്രീം വിത്ത് ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡിലാണ്. നല്ല വീതിയുള്ള ബോർഡറാണ് കേട്ടോ. വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ്. ബുട്ടാസിൽ മാത്രം വ്യത്യാസം വരുന്നുണ്ട്. പല്ലു ഇങ്ങനെ വരുന്നു. ബ്ലൗസ് പീസിൻ്റെ കോൺട്രാസ്റ്റ് എന്ന് പറയാനായിട്ട് ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡിലാണ് ബ്ലൗസ് പീസ് വരുന്നത്. നെക്സ്റ്റ് കളർ നല്ല മെറൂൺ, ഡാർക്കായിട്ടുള്ള മെറൂണിൽ ബോർഡർ വരുന്നത് കോപ്പറിൽ. അതിൽ ലൈറ്റ് ആയിട്ടുള്ള ഇതാണ് ഇതിൻ്റെ ബേസ് വരുന്നത്. ഈ ബോർഡറിൻ്റെ ബേസ് വരുന്നത് ഒരു പേസ്റ്റൽ ഷെയ്ഡാണ്. ബുട്ടാസ് ഇങ്ങനെ സ്ക്വയറിൽ ബുട്ടാസ് വരുന്നുണ്ട്. തിക്കായിട്ടുള്ള പല്ലു. ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റിൽ വരുന്ന ലൈറ്റ് ഷെയ്ഡാണ്. ഇതാ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഗ്രീനിൽ ഒരു ബ്രിക്ക് റെഡ് കളറിലാണ് കോൺട്രാസ്റ്റ് വരുന്നത്. കണ്ടോ, അതിൻ്റെ പല്ലു താഴെ ഭാഗത്താണ് അതിൻ്റെ കളറ് കറക്റ്റ് കാണുക. കസവ് ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റ് ബോർഡറിൽ കളറ് കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത് ബ്രിക്ക് റെഡ് കളറാണ്. ബുട്ടാസ് ഇങ്ങനെ സ്ക്വയറിലാണ് വരുന്നത്. ഇതാ ഇതിൻ്റെ ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റിൽ ഇങ്ങനെ മെറൂൺ. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നെവി ബ്ലൂ വിത്ത് പേസ്റ്റൽ ബ്ലൂ. സെയിം പല്ലൊക്കെ സെയിം ആണ്. കുറച്ച് വ്യത്യാസമുള്ള ബുട്ടാസിൽ ബ്ലൗസ് പീസ് ഇങ്ങനെ വരുന്ന. ഈ സെയിം ബ്ലൗസ് ആയാലൊക്കെ വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. കോൺട്രാസ്റ്റിൽ അല്ലെങ്കിൽ സെയിമിലൊക്കെ എടുത്ത് ബ്ലൗസ് വെയർ ചെയ്യാം. നെക്സ്റ്റ് ഷെയ്ഡ് ഒരു വൈൻ റെഡ് ഷെയ്ഡിൽ പേസ്റ്റൽ ആയിട്ടുള്ള ബോർഡർ ഇതിലാണ് വരുന്നത്. പേസ്റ്റൽ കളറാണ് കേട്ടോ അതിൻ്റെ കോൺട്രാസ്റ്റ് വരുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. സാധാരണ നമ്മൾ ഡാർക്ക് ഷെയ്ഡിൽ തന്നെയാണ് കോൺട്രാസ്റ്റ് പറയാറ്. ഇതെല്ലാം വരുന്നത് പേസ്റ്റൽ ഷെയ്ഡിലാണ്. ബ്ലൗസിൻ്റെ കളർ ഷെയ്ഡിൽ കുറേ വ്യത്യാസമുണ്ട്. ഇങ്ങനെയുള്ള കളർ ഷെയ്ഡിലാണ് ബ്ലൗസ് പീസ്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ചെറുപയർ പച്ചയിൽ അതുപോലെ ബ്രിക്ക് റെഡ് കളറാണ്. ഒരു ഡാർക്ക് മെറൂണിനൊക്കെ പെട്ടതും അതേപോലെ ചെങ്കല്ല് ഷെയ്ഡ് അങ്ങനെയൊക്കെ പെട്ടൊരു കളർ ഷെയ്ഡാണ്. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഡാർക്ക് മെറൂണിൽ. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു പേസ്റ്റൽ കളറാണ്. അതിൻ്റെ കോൺട്രാസ്റ്റ് വരുന്നത് ഡാർക്കിൽ ഇങ്ങനെ ഒരു ഒരു ഡാർക്ക് ബ്ലൂ അങ്ങനെയൊക്കെയുള്ളൊരു ഷെയ്ഡിലാണ്. ബ്ലൂ ആയിട്ടുള്ളൊരു ഷെയ്ഡ്, ഡാർക്ക് നെവി ബ്ലൂ ഷെയ്ഡിൽ പേസ്റ്റൽ കളറിൽ ബോഡി വരുന്നു. ബ്ലൗസ് പീസ് ഇതാ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ലാസ്റ്റ് ഷെയ്ഡാണ് വരുന്നത്. ലാസ്റ്റ് ഷെയ്ഡും പീക്കോക്കിൽ വരുന്നൊരു കളർ ഷെയ്ഡ് തന്നെയാണ്. പീക്കോക്കിൽ തന്നെ ഡാർക്കും ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡിൽ ഫസ്റ്റ് ഷെയ്ഡ് നമ്മൾ കാണിച്ചതും പീക്കോക്ക് ബ്ലൂ തന്നെയാണ്. അതിൻ്റെ തന്നെ ഒരു തിരിയുടെ ഡാർക്ക് ഗ്രീനും കൂടി ബ്ലെൻഡ് ആയിട്ടുള്ള കളർ ഷെയ്ഡിൽ വരുന്ന പീക്കോക്ക് ബ്ലൂ ആണ്. അപ്പോൾ അത് അതിൻ്റെ കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് മെറൂൺ, പല്ലു ബോർഡർ വരുന്നതും മെറൂൺ ആണ്. വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇത് കറക്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ട്രഡീഷണൽ സാരി ഇല്ലേ അതിൻ്റെയൊക്കെ ഒരു ഡിസൈനിൽ വരുന്നുണ്ട്. ആ ഒരു ഫീലിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ ഈ സ്കേർട്ട് ആൻഡ് ടോപ്പ് ട്രഡീഷണൽ വെയർ ഉപയോഗിക്കുന്നവർക്ക് ഇപ്പോൾ ഫംഗ്ഷനായിട്ടൊക്കെ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റിനൊക്കെ പിള്ളേർ വെയർ ചെയ്യാൻ വേണ്ടി ഈ ഒരു സാരിയിൽ അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒരു ഹാൻഡ് വർക്കൊക്കെ കൊടുത്ത് ബ്ലൗസും അതുപോലെ തന്നെ ഇതിലൊരു ഷോളൊക്കെ ചെയ്തിട്ട് നല്ല ട്രഡീഷണൽ ലുക്കിൽ സിമ്പിളായിട്ടും അതുപോലെ അഫോർഡബിളിൽ ചെയ്യാവുന്ന ഒരു മെറ്റീരിയലാണ്. 1999 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഡിസൈൻ വെച്ചിട്ടും അതുപോലെ ബോർഡർ വെച്ചിട്ടൊക്കെ ഏറ്റവും ബെറ്ററാണ് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയും വെയർ ചെയ്യാം. അതുകൊണ്ട് താല്പര്യമുള്ളവരൊട്ടും മടിക്കേണ്ട. വീഡിയോയിൽ 2 നമ്പർ കൊടുക്കേണ്ട, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കേണ്ട. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് ഓപ്ഷൻ മറക്കേണ്ട. ഗൂഗിൾ പേ, നെറ്റ് ബാങ്കിങ് ആണ്. കൊറിയർ DTDC പോസ്റ്റലാണ്. അത് മറക്കാതെ പർച്ചേസ് ചെയ്യാം. ഓക്കെ, ബൈ.